നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങളിലേക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള സംവരണ നറുക്കെടുപ്പ് പൂർത്തിയായി. ചാവക്കാട് നഗരസഭയിൽ സ്ത്രീ സംവരണം. ഗുരുവായൂരും കുന്നംകുളത്തും ജനറൽ വിഭാഗത്തിന് അധ്യക്ഷ സ്ഥാനം. മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലെയും സംവരണം നിർണയിച്ചതോടെ ഇനി സ്ഥാനാർത്ഥി നിർണയം വേഗത്തിലാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ. പൊതുവിദ്യാലയങ്ങളിൽ 5 ലക്ഷം വിദ്യാർത്ഥികളുടെ വർധനവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ 46 സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും 79 സ്കൂൾ കെട്ടിടങ്ങളുടെ ശിലാസ്ഥാപനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. കുന്നംകുളം മണ്ഡലത്തിലെ വിവിധ റോഡുകൾക്ക് 1725 ലക്ഷം രൂപയുടെ ഭരണാനുമതിയായി. ഗുരുവായൂർ കിഴക്കേ നടയിൽ നിർമ്മിക്കുന്ന റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിന്റെ ടെൻഡർ നടപടിക്രമങ്ങൾക്ക് സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരം. തിരുവത്ര പുതിയറയിൽ ആൾതാമസമില്ലാത്ത വീട് കുത്തിത്തുറന്ന് 36 പവൻ കവർന്ന സംഭവത്തിൽ പ്രതികൾ പ്രൊഫഷണൽ മോഷ്ടാക്കളെന്ന നിഗമനം. CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം. മേഖലയിൽ കവർച്ചകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ കർശന നിർദ്ദേശങ്ങളുമായി ചാവക്കാട് പോലീസ്. സംസ്ഥാനത്ത് 8516 പേർക്ക് കോവിഡ്. 7473 പേർക്ക് സമ്പർക്കം വഴി രോഗബാധ. 8206 പേർക്ക് രോഗമുക്തി. 28 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തൃശൂർ ജില്ലയിൽ 1114 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 936 പേർ രോഗമുക്തരായി. വിശദമായ വാർത്തയിലേക്ക്. ആദ്യം നാട്ടങ്കം തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള സംവരണ നറുക്കെടുപ്പ് പൂർത്തിയായി. സംസ്ഥാനത്തെ 941 ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ 417 എണ്ണം സ്ത്രീകൾക്കും 46 എണ്ണം പട്ടികജാതി സ്ത്രീകൾക്കും 46 എണ്ണം പട്ടികജാതിക്കും 8 എണ്ണം പട്ടികവർഗ സ്ത്രീകൾക്കും 8 എണ്ണം പട്ടികവർഗത്തിനും സംവരണം ചെയ്തുകൊണ്ടാണ് സർക്കാർ ഉത്തരവിറക്കിയിട്ടുള്ളത്. ഇതുപ്രകാരം കാട്ടകമ്പാൽ, തൃത്താല, ഓങ്ങല്ലൂർ എന്നീ പഞ്ചായത്തുകൾ പട്ടികജാതി സ്ത്രീ സംവരണവും, ചാലിശ്ശേരി പഞ്ചായത്തിൽ പട്ടികജാതി ജനറൽ സംവരണവും, ചാവക്കാട് നഗരസഭ, കടപ്പുറം, ഒരുമനയൂർ, പുന്നൂർകുളം, ചൂണ്ടൽ, ചൊവ്വന്നൂർ, കണ്ടാണശ്ശേരി, കടങ്ങോട്, വരവൂർ, കൈപ്പറമ്പ്, പാവർട്ടി, തിരുമിറ്റക്കോട്, കുലുക്കല്ലൂർ, മുതുതല, വിളയൂർ എന്നീ പഞ്ചായത്തുകളിൽ അധ്യക്ഷസ്ഥാനം സ്ത്രീ സംവരണവുമാണ്. മറ്റ് ഗ്രാമപഞ്ചായത്തുകൾ ജനറൽ വിഭാഗത്തിനായി സംവരണം ചെയ്തിട്ടുണ്ട്. ചാവക്കാട്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനങ്ങളും സ്ത്രീ സംവരണമാണ്. തൃശൂർ മലപ്പുറം ജില്ലാ അതിർത്തിയായ പുന്നയൂർകുളം പഞ്ചായത്തിൽ വിജയ ചരിത്രം നിലനിർത്താൻ LDF ഒരുങ്ങുമ്പോൾ മുഖ്യ പ്രതിപക്ഷമായ BJPക്കും പ്രതീക്ഷകളേറെയാണ്. കഴിഞ്ഞ തവണ സീറ്റുകളുടെ എണ്ണത്തിൽ മൂന്നാമതായ കോൺഗ്രസ് ഇക്കുറി നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. PP ഫൈസൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. രൂപീകരണ സമയം മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വ്യക്തമായ മേധാവിത്വമുള്ള പഞ്ചായത്താണ് പുന്നയൂർകുളം. 2015 നടന്ന തെരഞ്ഞെടുപ്പിൽ UDFനെ പിന്തള്ളി BJP പ്രതിപക്ഷത്തെ ശക്തമായ സാന്നിധ്യമായി. 3 സീറ്റിൽ മത്സരിച്ച ലീഗിന് 1 സീറ്റും 16 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് 3 സീറ്റും മാത്രമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞത്. 4 സീറ്റിൽ വിജയിച്ച BJPക്ക് 1 സീറ്റിൽ സ്വതന്ത്രന്റെ കൂടി പിന്തുണയോടെ ആകെ അംഗങ്ങളുടെ എണ്ണം 5ആക്കി ഉയർത്താനായി. സീറ്റ് വിഭജനത്തിന്റെ പേരിൽ 6ാം വാർഡ് CPIക്ക് വിമത സ്ഥാനാർത്ഥി ഉണ്ടായെങ്കിലും വിജയിച്ചതോടെ LDFന് പിന്തുണ നൽകി. യുവത്വത്തിന്റെ പ്രസരിപ്പോടെ മത്സരരംഗത്ത് സജീവമായിരുന്ന AD ധനീപ് പഞ്ചായത്തിന്റെ അധ്യക്ഷനായി. നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞാണ് LDF തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. സോളാറിൽ പ്രവർത്തിക്കുന്ന ക്രിമിറ്റോറിയം, വഴിക്കണ്ണ് പദ്ധതി, ചെറായി കൊട്ടുങ്ങൽ മൂവിംഗ് ബ്രിഡ്ജ്, അണ്ടത്തോട് PHSC ഹോസ്പിറ്റൽ നവീകരണം, പുതിയ റോഡുകൾ, കുടിവെള്ള പദ്ധതി, സ്കൂൾ നവീകരണം എന്നിവയ്ക്ക് പുറമെ സംസ്ഥാന സർക്കാരിന്റെ വികസന പദ്ധതികളും LDFന്റെ പ്രചരണ വിഷയങ്ങളാണ്. വിജ്ഞാപനത്തിന് മുമ്പേ തന്നെ സീറ്റുകളിൽ പ്രാഥമിക ധാരണകളായിട്ടുണ്ട്. എന്നാൽ ഉപ്പുങ്ങൽ 6ാം വാർഡിൽ നിലവിലെ മെമ്പർ വീണ്ടും സ്ഥാനാർത്ഥിയാണെന്ന പ്രചരണം പാർട്ടിക്ക് തലവേദനയാകും. തർക്കങ്ങൾ ചർച്ചയിലൂടെ പരിഹരിച്ച് ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരുക്കത്തിലാണ് LDF. സീറ്റുകളുടെ എണ്ണത്തിൽ 2ാം സ്ഥാനത്തുള്ള BJP ഇക്കുറി സ്വാഭാവികമായും സീറ്റ് വർധനയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനായുള്ള പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ സജീവവുമാണ്. നിലവിലെ 5 മെമ്പർമാരുടെയും പ്രവർത്തനം BJPക്ക് മേൽക്കൈ സൃഷ്ടിക്കാൻ ഉതകുന്നതാണെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. മോദി സർക്കാരിന്റെ പദ്ധതികൾ കൂടി ചൂണ്ടിക്കാട്ടിയാണ് BJPയുടെ പ്രചരണം. മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ ധാരണയായിട്ടുണ്ട്.
വിജ്ഞാപനം വരുന്നതോടെ അധിക താമസമില്ലാതെ അന്തിമ പട്ടിക പ്രഖ്യാപിക്കാനാകുമെന്ന് നേതൃത്വം അറിയിച്ചു. UDF-ൽ സീറ്റ് വിഭജനത്തിൽ ധാരണയായിട്ടുണ്ടെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തിന് വേഗം പോരാ. നിലവിലെ ഭരണസമിതി വിവിധ പദ്ധതികളുടെ പേരിൽ അഴിമതി നടത്തിയെന്നാരോപിച്ചാണ് UDF-ന്റെ പ്രചരണം. മാലിന്യ നിർമ്മാർജ്ജനം പഞ്ചായത്തിൽ നടപ്പിൽ വരുത്താത്തതും കമ്മ്യൂണിറ്റി ഹാളിന്റെ പേരുമാറ്റൽ വിവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും UDF ഉയർത്തിക്കാണിക്കും. മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി ഐക്യത്തിന്റെ കാഹളം മുഴക്കി ഒറ്റക്കെട്ടായി നേതൃതലം മുതൽ താഴെത്തട്ട് വരെ യോജിപ്പിന്റെ പാത തുറന്ന് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ UDF-ഉം കച്ചമുറുക്കുമ്പോൾ ശക്തമായ ത്രികോണ പോരിനാണ് ഇക്കുറി പുന്നയൂർക്കുളം സാക്ഷ്യം വഹിക്കുന്നത്. CCTV ന്യൂസ്, പുന്നയൂർക്കുളം. വോട്ടർ ലിസ്റ്റിലെ പേര് നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറി UDF നേതാക്കൾക്ക് കൊടുത്ത വാക്കു പാലിച്ചില്ലെന്ന് ആരോപണം. UDF പുന്നയൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേഖലയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ സെക്രട്ടറിയുടെ അനുവാദമില്ലാതെ വോട്ടർമാരുടെ വീടുകളിലെത്തി കണക്കെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട ആരോപണം UDF നേതാക്കൾ ഉന്നയിച്ചിരുന്നു. സെക്രട്ടറിയുമായി UDF പ്രവർത്തകർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ചമ്മന്നൂരിലെ വീടുകളിൽ ഉദ്യോഗസ്ഥർ കയറിയിറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതേസമയം ഇതിനെ നിരാകരിക്കുകയാണ് സെക്രട്ടറിയും JS-ഉം ചെയ്തത്. വീടുകളിൽ ആരും പോയിട്ടില്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ പേരു പറഞ്ഞ് ചർച്ച നടക്കുന്ന മുറിയിലേക്ക് വിളിക്കാൻ നേതാക്കൾ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. അപ്പോഴാണ് വോട്ടർ ലിസ്റ്റ് കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥൻ പുറത്താണ് എന്ന് വ്യക്തമായത്. ഇതേ തുടർന്ന് ചേംബറിനകത്ത് UDF നേതാക്കളും സെക്രട്ടറിയുമായി തർക്കമുണ്ടാവുകയും പരിഹാരം കണ്ടില്ലെങ്കിൽ ചേംബറിൽ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്ന് നേതാക്കൾ വ്യക്തമാക്കുകയുമായിരുന്നു. തുടർന്ന് നേതാക്കളുടെ ആവശ്യപ്രകാരം വോട്ടർ ലിസ്റ്റിലെ പേര് നീക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് JS-നെ മാറ്റി നിർത്തണമെന്ന ആവശ്യം സെക്രട്ടറി അംഗീകരിച്ചുവെന്ന് പറയുന്നു. എന്നാൽ ഇത് നടപ്പിൽ വരുത്താത്തതിൽ പ്രതിഷേധിച്ചാണ് UDF പുന്നയൂർക്കുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആൽത്തറയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ബുധനാഴ്ച രാവിലെ 11 മണിക്ക് പുന്നയൂർക്കുളം പഞ്ചായത്ത് പരിസരത്ത് നിന്നാണ് പ്രകടനം ആരംഭിച്ചത്. ആൽത്തറ സെന്ററിൽ നടത്തിയ പ്രതിഷേധ യോഗം DCC സെക്രട്ടറിയും പഞ്ചായത്ത് മെമ്പറുമായ AM അലാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് NR ഗഫൂർ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് മെമ്പറുമായ KH ആബിദ്, ഷാഹിദ് കോപ്ര, ബക്കർ തൊട്ടേക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ ഗ്രാമപഞ്ചായത്തിന്റെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി കള്ള വോട്ടുകൾ ചേർക്കുവാനും ആ കള്ള വോട്ടുകൾ വോട്ടാക്കി മാറ്റാൻ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിയെ പോലെ പണിയെടുക്കുന്ന രീതിയിലേക്ക് പുന്നയൂർക്കുളത്തെ ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറിയും ഉദ്യോഗസ്ഥ വർഗത്തെയും രാഷ്ട്രീയവൽക്കരിക്കുന്ന ഈ സമീപനത്തിനെതിരെയാണ് UDF പുന്നയൂർക്കുളം മണ്ഡലം കമ്മിറ്റി ഇതുമായുള്ള പ്രതിഷേധ പ്രകടനം നടത്തിയത്. UDF ഡിവിഷൻ ചെയർമാൻ അഷ്കർ അറയ്ക്കൽ, ടിപ്പു സുൽത്താൻ ആറ്റുപുറം, KP ധർമ്മൻ, ഫയാസ് AO, റാഫി മാലിക്കുളം, TK കബീർ, ഉസ്മാൻ ആനൂട്ടിയിൽ, അനസ് കുന്നംകാട്ടിൽ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. CCTV ന്യൂസ്, പുന്നയൂർക്കുളം. ജാഗ്രത തുടരണം. സംസ്ഥാനത്ത് 8516 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 28 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 1587 രോഗം സ്ഥിരീകരിച്ചവരിൽ 97 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നതാണ്. 7473 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 67 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. ചികിത്സയിലായിരുന്ന 8206 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. തൃശൂർ ജില്ലയിൽ ബുധനാഴ്ച 1114 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 936 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 9900 തൃശൂർ സ്വദേശികളായ 87 പേർ മറ്റു ജില്ലകളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 43117 32,879 പേരെയാണ് ആകെ രോഗമുക്തരായി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തത്. ജില്ലയിൽ ബുധനാഴ്ച സമ്പർക്കം വഴി 1095 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കൂടാതെ 8 ആരോഗ്യ പ്രവർത്തകർക്കും സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയ 4 പേർക്കും രോഗ ഉറവിടം അറിയാത്ത 7 പേർക്കും രോഗബാധ ഉണ്ടായിട്ടുണ്ട്. രോഗബാധിതരിൽ 60 വയസ്സിന് മുകളിൽ 60 പുരുഷന്മാരും 59 സ്ത്രീകളും 10 വയസ്സിനു താഴെ 44 ആൺകുട്ടികളും 42 പെൺകുട്ടികളുമുണ്ട്.
എരുമപ്പെട്ടി പഞ്ചായത്തിൽ ബുധനാഴ്ച 28 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സമ്പർക്ക പട്ടികയിലുള്ളവരിൽ നടത്തിയ പരിശോധനയിൽ 7 പേർക്കും പട്ടികയിൽ ഉൾപ്പെടാത്തവരിൽ 21 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് സമ്പർക്ക പട്ടികയിലുള്ള 190 പേർക്ക് ആന്റിജൻ ടെസ്റ്റ് നടത്തിയത്. ലിസ്റ്റിൽപ്പെടാത്തവർ വിവിധ ആശുപത്രികളിലാണ് പരിശോധന നടത്തിയത്. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ബുധനാഴ്ച നടന്ന ആന്റിജൻ പരിശോധനയിൽ 18 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ 12 പേർ ചാവക്കാട് നഗരസഭാ പരിധിയിൽ നിന്നും ഉള്ളവരാണ്. ചാവക്കാട് പോലീസ് ക്വാർട്ടേഴ്സിലെ പോലീസുകാരുടെ ബന്ധുക്കളായി 2 പേർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പാവർട്ടി, എടക്കഴിയൂർ, വാടാനപ്പള്ളി, കണ്ടാണശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോരുത്തരുമാണ് കോവിഡ് സ്ഥിരീകരിച്ച മറ്റുള്ളവർ. ആകെ 59 പേരെ പരിശോധനയ്ക്ക് വിധേയരാക്കി. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ 16 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. തൈക്കാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ 60 പേർക്ക് നടത്തിയ ആന്റിജൻ പരിശോധനയിൽ 7 പേർക്കും വിവിധ ആശുപത്രികളിലായി നടത്തിയ RT-PCR പരിശോധനയിൽ 9 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. പൂക്കോട് സോണിൽ 3 പേർക്കും അർബൻ സോണിൽ 6 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. കാട്ടകമ്പൽ പഞ്ചായത്തിൽ 11 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സ്രായിൽ 1-ാം വാർഡിൽ 2 പേർക്കും, പെരുന്തുരുത്തി 4-ാം വാർഡിൽ 2 പേർക്കും, കരിയാമ്പ്ര 3-ാം വാർഡിൽ ഒരാൾക്കും, പെങ്ങാമുഖ് 13-ാം വാർഡിൽ 2 പേർക്കും, ജെറുസലേം 10-ാം വാർഡിൽ ഒരാൾക്കും, 16-ാം വാർഡ് പലാട്ടുമുറിയിൽ ഒരാൾക്കും, രാമപുരം 2-ാം വാർഡിൽ ഒരാൾക്കും, 5-ാം വാർഡ് ചെറുതുരുത്തിയിൽ ഒരാൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. 55 പേർക്കാണ് CHCയിൽ ആന്റിജൻ പരിശോധന നടത്തിയത്. കടവല്ലൂർ പഞ്ചായത്തിൽ 8 പേർക്ക് കോവിഡ്. വാർഡ് 1-ൽ 3 സ്ത്രീകൾക്കും, വാർഡ് 5-ൽ 2 സ്ത്രീകൾക്കും, വാർഡ് 7-ലും 10-ലും ഓരോ സ്ത്രീകൾക്കും, വാർഡ് 17-ൽ ഒരു പുരുഷനുമാണ് രോഗം സ്ഥിരീകരിച്ചത്. വിവിധ ആശുപത്രികളിലായി നടത്തിയ RT-PCR പരിശോധനയിലാണ് 8 പേർക്ക് പോസിറ്റീവായത്. കുന്നംകുളത്തിന് ഇന്ന് ആശ്വാസം. 4 പേർക്ക് മാത്രമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. 3-ാം വാർഡ് കിഴൂർ നോർത്തിൽ 46 വയസ്സുള്ള പുരുഷൻ, 15-ാം വാർഡ് ടൗണിൽ 28 വയസ്സുള്ള പുരുഷൻ, 33 വയസ്സുള്ള പുരുഷൻ, 35 വയസ്സുള്ള പുരുഷൻ എന്നിവർക്ക് രോഗം സ്ഥിരീകരിച്ചു. 54 പേർക്കാണ് ബുധനാഴ്ച കോവിഡ് പരിശോധന നടത്തിയത്. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ 4 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 10-ാം വാർഡിൽ 24 വയസ്സുള്ള പുരുഷൻ, 9-ാം വാർഡിൽ 26 വയസ്സുള്ള പുരുഷൻ, 14-ാം വാർഡിൽ 62 വയസ്സുള്ള സ്ത്രീ, 9 വയസ്സുള്ള ആൺകുട്ടി എന്നിവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പഞ്ചായത്ത് പരിധിയിൽ രോഗവ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് പൊതുജനങ്ങൾക്ക് ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ചൂണ്ടൽ പഞ്ചായത്തിൽ കോവിഡ് ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. മഴുവഞ്ചേരി തയ്യിൽ വീട്ടിൽ കുട്ടപ്പനാണ് മരിച്ചത്. 80 വയസ്സാണ്. കോവിഡ് ബാധിതനായി ചികിത്സയിലായിരിക്കെ ബുധനാഴ്ച രാവിലെ 8:45 മരിച്ചത്. കഴിഞ്ഞ 2-ാം തീയതിയാണ് ശാരീരിക അവശതകളെ തുടർന്ന് കുട്ടപ്പനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിക്കുകയായിരുന്നു. ചികിത്സ തുടരുന്നതിനിടെയായിരുന്നു മരണം സംഭവിച്ചത്. സംസ്കാരം ഷൊർണൂർ നഗരസഭാ ശ്മശാനത്തിൽ നടത്തി. സരോജിനിയാണ് ഭാര്യ. ചന്ദ്രൻ, ഗീത, സുബ്രഹ്മണ്യൻ എന്നിവർ മക്കളാണ്. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 46,254 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 514 പേർ മരിച്ചു. ഇതോടെ രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 83,13,877 മരണസംഖ്യ 1,23,611 5,33,787 പേർ വിവിധ സംസ്ഥാനങ്ങളിലായി ചികിത്സയിൽ കഴിയുന്നുണ്ട്. 76,56,478 പേർ രോഗമുക്തരായി. ആഗോളതലത്തിൽ രോഗമുക്തി നിരക്കിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇന്ത്യയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്. പൊതുവിദ്യാലയങ്ങളിൽ 5 ലക്ഷം വിദ്യാർത്ഥികളുടെ വർധനവാണ് ഉണ്ടായിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈടെക് ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം ഓൺലൈൻ വഴി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുവിദ്യാലയങ്ങളിലെ ഭൗതിക സാഹചര്യങ്ങളിൽ മുൻപെങ്ങുമില്ലാത്ത വിധം മാറ്റങ്ങൾ കൊണ്ടുവന്നു. എല്ലാ രക്ഷിതാക്കളും ആഗ്രഹിക്കുന്ന മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കി. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. പൊതുവിദ്യാലയങ്ങളിൽ കെട്ടിടങ്ങൾ, ക്ലാസ് മുറികൾ, ലാബ്, ഇരിപ്പിടങ്ങൾ, ശുചിമുറി എന്നിവ ആധുനിക രീതിയിലൊരുക്കി. സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായി കേരളം മാറുകയും ചെയ്തെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചടങ്ങിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് മുഖ്യപ്രഭാഷണം നടത്തി. പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മുഖ്യാതിഥിയായിരുന്നു. ശിലാഫലകത്തിന്റെ അനാച്ഛാദനം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. വൈസ് ചെയർമാൻ PM സുരേഷ്, വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ, ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുമാ ഗംഗാധരൻ, DEO കൃഷ്ണകുമാർ, PTA പ്രസിഡന്റ് വത്സൻ പാറന്നൂർ, പ്രിൻസിപ്പൽ ഇൻചാർജ് ഉഷാദേവി തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ് കുന്നംകുളം.
തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ.സി. മൊയ്തീന്റെ ശ്രമഫലമായി സംസ്ഥാന സർക്കാർ ബജറ്റ് ഫണ്ടിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കടങ്ങോട് മണ്ടംപറമ്പ് ഗവൺമെന്റ് എൽ.പി. സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ നിർവഹിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അധ്യക്ഷനായി. ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് മുഖ്യപ്രഭാഷണം നടത്തി. ശിലാഫലകം അനാച്ഛാദനം കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി രാജൻ നിർവഹിച്ചു. കരാറുകാരൻ യു വാസുദേവന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഗിജ സുമേഷ് ഉപഹാരം സമർപ്പിച്ചു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ജലീൽ ആദൂർ, മെമ്പർമാരായ സൗമ്യ സുരേഷ്, ടി.പി. ജോസഫ്, പ്രധാനാധ്യാപിക പി. ഷെറിൻ ഡേവിസ്, വടക്കാഞ്ചേരി എ.ഇഒ. ശോഭനകുമാരി, രഞ്ജിനി, സ്വാതി മനോഹർ, ലതിക, പി.എസ്. പ്രസാദ്, ചന്ദ്രൻ, സുകുമാരൻ എന്നിവർ സംസാരിച്ചു. കേച്ചേരി ഗവൺമെന്റ് എൽ.പി. സ്കൂളിൽ നിർമ്മാണം പൂർത്തിയായ ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അധ്യക്ഷനായി. ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക് മുഖ്യപ്രഭാഷണം നടത്തി. മുരളി പെരുന്നെല്ലി എം.എൽ.എ. മുഖ്യാതിഥിയായിരുന്നു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ.വി. സുമതി, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.എസ്. കരീം, ജില്ലാ പഞ്ചായത്ത് അംഗം എം. പത്മിനി ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ എൻ. എ. ഇക്ബാൽ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ ടി.എ. മുഹമ്മദ് ഷാഫി, വാർഡ് മെമ്പർ യു.വി. ജമാൽ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വി. ലിനറ്റ്, ഡയറ്റ് ഫാക്കൽറ്റി പി.എസ്. കവിത, പ്രധാനാധ്യാപിക ഫ്ലോറ മാത്യു, എം.പി.ടി.എ. പ്രസിഡന്റ് വിനിത സത്യൻ എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ആസൂത്രണ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. LSS സ്കോളർഷിപ്പ് നേടിയ സ്കൂൾ വിദ്യാർത്ഥി എ. അനുജയ്ക്ക് എം.എൽ.എ. ഉപഹാരം സമ്മാനിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സർക്കാർ അനുവദിച്ച 67 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചത്. ചൂണ്ടൽ പഞ്ചായത്തിലെ കേച്ചേരിയിൽ 100 വർഷത്തിലേറെ പഴക്കമുള്ള വിദ്യാലയത്തിലാണ് LDF സർക്കാർ പുതിയ കെട്ടിടം നിർമ്മിച്ചത്. CCTV ന്യൂസ്, കേച്ചേരി. സംസ്ഥാന സർക്കാർ കിഫ്ബി ഫണ്ടിൽ നിന്ന് 3 കോടി രൂപ ഉപയോഗിച്ച് കൊച്ചനൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനിലൂടെ മുഖ്യമന്ത്രി നിർവഹിച്ചു. തുടർന്ന് സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ KV അബ്ദുൽ ഖാദർ എം.എൽ.എ. ഫലകം അനാച്ഛാദനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മറിയം മുസ്തഫ, വൈസ് പ്രസിഡന്റ് നബീൽ NMK, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിഷ, ബ്ലോക്ക് മെമ്പർ സഫൂറ, വാർഡംഗം കുഞ്ഞഹമ്മദ്, പ്രിൻസിപ്പൽ മിനി ഡേവിസ്, പ്രധാനാധ്യാപകനായ മുഹമ്മദ് സലീം എന്നിവർ പങ്കെടുത്തു. 3 കോടി രൂപ ചെലവിട്ടാണ് 2 നില കെട്ടിടം നിർമ്മിച്ചത്. ഗുരുവായൂർ കിഴക്കേനടയിൽ നിർമ്മിക്കുന്ന റെയിൽവേ മേൽപ്പാലത്തിന്റെ ടെൻഡർ നടപടിക്രമങ്ങൾ പൂർത്തിയായി. ഇതിന് സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകി. ചെന്നൈ SPL ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിക്കാണ് മേൽപ്പാല നിർമ്മാണത്തിനുള്ള കരാർ നൽകിയിട്ടുള്ളത്. ടെൻഡർ നടപടികൾ പൂർത്തിയായതോടെ വർഷങ്ങളായുള്ള ആവശ്യത്തിനാണ് പരിഹാരമാകുന്നത്. ഉടൻ തന്നെ നിർമ്മാണോദ്ഘാടനം നടക്കും. നിലവിലുള്ള റെയിൽവേ ഗേറ്റിന് മുകളിലൂടെ 517.32 മീറ്റർ നീളത്തിലും 10.15 മീറ്റർ വീതിയിലുമാണ് മേൽപ്പാലം നിർമ്മിക്കുന്നത്. വാഹനങ്ങൾ കടന്നുപോകുന്നതിന് 7.5 മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കും. ഇരുവശത്തും 1.5 മീറ്ററിൽ നടപ്പാതയാണ്. കിഴക്കേ നടയിലെ പെട്രോൾ പമ്പിന് മുന്നിൽ നിന്ന് ആരംഭിക്കും. 4 മീറ്റർ വീതിയിൽ സർവീസ് റോഡുമുണ്ട്. 25 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മുൻഗണനാ പട്ടികയിലുള്ള 10 പദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് ഗുരുവായൂർ മേൽപ്പാലത്തിന്റെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കിയത്. KV അബ്ദുൽ ഖാദർ എം.എൽ.എയുടെ നിരന്തര ഇടപെടലിലൂടെയാണ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തുടങ്ങാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി KV അബ്ദുൽ ഖാദർ എം.എൽ.എ. പറഞ്ഞു. റെയിൽവേ മേൽപ്പാലത്തിന്റെ ടെൻഡർ സംസ്ഥാന മന്ത്രിസഭ അംഗീകരിച്ചു. നവംബർ 4-ന് ചേർന്ന സംസ്ഥാന മന്ത്രിസഭാ യോഗമാണ് ടെൻഡർ അംഗീകരിച്ചത്. മദ്രാസ് ആസ്ഥാനമായ ഒരു കമ്പനിയാണ് റെയിൽവേ മേൽപ്പാലത്തിന് നിർമ്മാണ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. വളരെ വർഷങ്ങളായിട്ട് സാങ്കേതിക പ്രശ്നങ്ങളുടെ നൂലാമാലകളിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു. സ്ഥലം ഏറ്റെടുക്കാത്ത പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ സ്ഥലം ഏറ്റെടുത്തു, ടെൻഡർ പ്രക്രിയ പൂർത്തീകരിച്ചു. എല്ലാ സാങ്കേതിക തടസ്സങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ്. നിർമ്മാണം ഉടനടി തുടങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. വളരെ സന്തോഷപൂർവ്വം ഈ വിവരം ജനങ്ങളെ അറിയിക്കുകയാണ്. ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് മേൽപ്പാലം വേണമെന്നത് ഗുരുവായൂരിലെ ജനങ്ങളുടെയും തീർത്ഥാടകരുടെയും ഏറെക്കാലമായുള്ള ആവശ്യമാണ്. CCTV ന്യൂസ്, ഗുരുവായൂർ. പുനമുജി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്ക് പരിധിയിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയികളായ വിദ്യാർത്ഥികളെ ആദരിച്ചു. ബാങ്ക് ഹാളിൽ നടന്ന ആദര സമ്മേളനം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് MB പ്രവീൺ അധ്യക്ഷനായി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രേഖ സുനിൽ, ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ TP റാഫേൽ, M പീതാംബരൻ, CA ഗോപി, റജുല ജയൻ, അസിസ്റ്റന്റ് സെക്രട്ടറി അജിത് കപ്രശ്ശേരി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലുള്ള SSLC+2 പരീക്ഷകളിലെ വിജയികളായവരെയാണ് ഉപഹാരവും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ പങ്കെടുപ്പിച്ചത്.
കേന്ദ്ര പദ്ധതിയായ പ്രസാദിലൂടെ 9 കോടിയോളം രൂപ ചെലവിട്ട് നിർമ്മിച്ച ഗുരുവായൂർ നഗരസഭയുടെ ഫെസിലിറ്റേഷൻ സെന്റർ നാടിന് സമർപ്പിച്ചു. കേന്ദ്ര ടൂറിസം സഹമന്ത്രി പ്രഹ്ലാദ് സിംഗ് പട്ടേൽ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ മുഖ്യാതിഥിയായി. ടി.എൻ. പ്രതാപൻ എം.പി, കെ.വി. അബ്ദുൽ ഖാദർ എം.എൽ.എ, നഗരസഭാ ചെയർപേഴ്സൺ എം. രതി, വൈസ് ചെയർമാൻ അഭിലാഷ് വി. ചന്ദ്രൻ, മുൻ നഗരസഭാ ചെയർപേഴ്സൺമാരായ പ്രൊഫസർ പി.കെ. ശാന്തകുമാരി, വി.എസ്. രേവതി, കേരള ടൂറിസം സെക്രട്ടറി റാണി ജോർജ്, ടൂറിസം ഡയറക്ടർ ബാലകിരൺ, നഗരസഭാ സെക്രട്ടറി എ.എസ്. ശ്രീകാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിൽ ആദ്യം പണികൾ പൂർത്തിയാക്കിയ പ്രസാദ് പദ്ധതിയാണ് ഗുരുവായൂരിലെ ഫെസിലിറ്റേഷൻ സെന്റർ. 1 വർഷത്തോളമായി മുഴുവൻ പണികളും കഴിഞ്ഞിട്ട് കഴിഞ്ഞ നവംബറിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും കേന്ദ്രമന്ത്രിക്ക് പങ്കെടുക്കണമെന്ന ആഗ്രഹം അറിയിച്ചപ്പോൾ മാറ്റിവെക്കുകയായിരുന്നു. പിന്നീട് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് 2-3 തവണ ഉദ്ഘാടന തീയതികൾ അറിയിക്കുകയുണ്ടായി. അപ്പോഴൊക്കെ നഗരസഭ ഒരുക്കങ്ങളും നടത്തി. പക്ഷേ മന്ത്രിയുടെ യാത്രാ തടസ്സം കാരണം മാറ്റിവെക്കുകയായിരുന്നു. കിഴക്കേനടയിൽ ബസ് സ്റ്റാൻഡിനടുത്താണ് തീർത്ഥാടകർക്കായി ഡോർമെട്രി, വിശ്രമകേന്ദ്രം, റെസ്റ്റോറന്റ്, കോഫി ഷോപ്പ്, ഇന്റർനെറ്റ് കഫേ, കോൺഫറൻസ് ഹാൾ, കരകൗശല വിപണന ഹാൾ തുടങ്ങിയ സൗകര്യങ്ങളോടെ ഫെസിലിറ്റേഷൻ സെന്റർ നിർമ്മിച്ചിരിക്കുന്നത്. CCTV ന്യൂസ്, ഗുരുവായൂർ. കേന്ദ്ര പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നില്ലെന്ന് ടി.എൻ. പ്രതാപൻ എം.പി. ഗുരുവായൂർ നഗരസഭയിൽ കേന്ദ്ര പദ്ധതിയായ പ്രസാദിലൂടെ നിർമ്മിച്ച ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഓൺലൈനായി പങ്കെടുക്കവെയാണ് എം.പി. ആരോപണം ഉന്നയിച്ചത്. കേന്ദ്ര ടൂറിസം സഹമന്ത്രി പ്രഹ്ലാദ് സിംഗ് പട്ടേൽ, കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി. മുരളീധരൻ എന്നിവരും കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരും ഓൺലൈനിൽ പങ്കെടുത്തിരുന്നു. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമ്പോഴാണ് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിയുക. ഇരിങ്ങാലക്കുടയെ പ്രസാദ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും എം.പി. ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി ഗുരുവായൂരിലെത്തിയ സമയത്ത് താൻ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രിമാർക്ക് കത്ത് നൽകിയിരുന്നുവെന്നും എം.പി. പറഞ്ഞു. കേന്ദ്രമന്ത്രി കൂടി അത് കേൾക്കുന്നുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. പല പദ്ധതികളും നമ്മൾ സമയബന്ധിതമായി തീർക്കാൻ പറ്റുന്നില്ല. എടുക്കുന്ന പദ്ധതികൾ പല കാരണങ്ങൾ കൊണ്ട് അത് ദീർഘിച്ചു പോവുകയാണ്. സമയബന്ധിതമായ ഒരു പദ്ധതി തീർക്കപ്പെടുമ്പോഴാണ് നമുക്ക് കുറെ കൂടി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിയുക. പക്ഷെ നമ്മുടെ ഒരു സ്ഥിരം ശൈലിയായി മാറുകയാണ്. ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്ന പദ്ധതിക്ക് കാലനിശ്ചയം ഉണ്ടാകും. സ്കീം തയ്യാറാക്കുമ്പോൾ ഉണ്ടാകുന്ന കാലനിശ്ചയമല്ല പലപ്പോഴും ഉണ്ടാകുന്നത്. അത് ദീർഘിച്ചു പോകും. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി കൂനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്ക് നടത്തിയ കൂർക്ക കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ബാങ്ക് പ്രസിഡന്റ് എം.പി. പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം 1 ഏക്കർ സ്ഥലത്താണ് കൃഷി നടത്തിയത്. ഉദ്ഘാടന ചടങ്ങിൽ ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ എം. പീതാംബരൻ, രേഖ സുനിൽ, ബാങ്ക് സെക്രട്ടറി കെ.ജെ. ബിജു, ബാങ്ക് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. വേലൂരിനും കടവല്ലൂരിനും പഞ്ചായത്ത് ഓഫീസ് കെട്ടിടങ്ങൾ. കുന്നംകുളം മണ്ഡലത്തിലെ വിവിധ പദ്ധതികൾക്കായി 3,85,00,000 രൂപയുടെ ഭരണാനുമതി ലഭിച്ചു. കുന്നംകുളം മണ്ഡലത്തിൽ എം.എൽ.എയുടെ 2020-21 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി വിവിധ പദ്ധതികൾക്ക് ഭരണാനുമതിയായതായി എം.എൽ.എയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായ എ.സി. മൊയ്തീൻ അറിയിച്ചു. വേലൂർ പഞ്ചായത്ത് ഓഫീസ് കെട്ടിട നിർമ്മാണം 95 ലക്ഷം, കടവല്ലൂർ പഞ്ചായത്ത് ഓഫീസ് കെട്ടിട നിർമ്മാണം 95 ലക്ഷം, കുന്നംകുളം പോലീസ് സ്റ്റേഷൻ കെട്ടിട നിർമ്മാണം 2ാം ഘട്ടം 50 ലക്ഷം, ചൊവ്വന്നൂർ പഞ്ചായത്ത് PHSC കെട്ടിട നിർമ്മാണം 50 ലക്ഷം, പെരുമ്പിലാവ് സെന്ററിൽ പബ്ലിക് ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മാണം 25 ലക്ഷം, കാട്ടകാമ്പാൽ ചിറക്കൽ സെന്റർ നടപ്പാത സൗന്ദര്യവൽക്കരണം 25 ലക്ഷം, എരുമപ്പെട്ടി മുരിങ്ങാത്തേരി സബ് സെന്റർ കെട്ടിടം ചുറ്റുമതിൽ 25 ലക്ഷം, പെരുമ്പിലാവ് കോളനി കുടിവെള്ള പദ്ധതി 20 ലക്ഷം എന്നീ പദ്ധതികൾക്കാണ് ഭരണാനുമതിയായത്. ടെൻഡർ നടപടി പൂർത്തിയാകുന്ന മുറയ്ക്ക് നിർമ്മാണ പ്രവർത്തനം തുടങ്ങുമെന്ന് മന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, CCTV. പുന്നൂർക്കുളം പഞ്ചായത്തിലെ പുതുതായി നിർമ്മിച്ച കൂനത്തേൽ ശുദ്ധജല കുടിവെള്ള പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റ് എ.ഡി. ധനീബ് നാടിന് സമർപ്പിച്ചു. 4.75 ലക്ഷം രൂപ ജനറൽ ഫണ്ടും 2.25 ലക്ഷം രൂപ SC ഫണ്ടും ഉപയോഗിച്ചാണ് പഞ്ചായത്തിലെ 5-6 വാർഡുകളിലേക്ക് കുടിവെള്ള പദ്ധതി പ്രാവർത്തികമാക്കിയത്. 23 ടാപ്പുകളാണ് പ്രദേശത്തെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. കുഴൽക്കിണറും ഇരുമ്പുകാലുകൾ കൊണ്ടുയർത്തിയ 5000 ലിറ്റർ വാട്ടർ ടാങ്കും മോട്ടോർ ഷെഡും അടങ്ങിയതാണ് പദ്ധതി. വെള്ളത്തിന്റെ സ്രോതസ് അനുസരിച്ച് കൂടുതൽ ടാപ്പുകൾ സ്ഥാപിക്കാൻ പിന്നീട് ശ്രമിക്കും. പദ്ധതിയുടെ നടത്തിപ്പ് ചുമതലകൾക്കായി പ്രാദേശിക കമ്മിറ്റി രൂപീകരിച്ച് വൈദ്യുതി ബില്ല് ഒടുക്കലും ചെറിയ രീതിയിലുള്ള അറ്റകുറ്റപ്പണികളും കമ്മിറ്റി നടത്തും. 5ാം വാർഡ് മെമ്പർ ഹസീന അബു താഹിർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ 6ാം വാർഡ് മെമ്പർ ഹസീന സൈനുദ്ദീൻ അധ്യക്ഷയായിരുന്നു. ടീം കുനത്തേൽ കമ്മിറ്റി കോർഡിനേറ്റർ നിയാസ് വെട്ടിക്കാട്ട് നന്ദി പറഞ്ഞു.
ചൂണ്ടൽ പഞ്ചായത്തിലെ ചിറനല്ലൂരിൽ നവീകരണം പൂർത്തിയായ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 5 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ആരോഗ്യ കേന്ദ്രത്തിൽ മുലയൂട്ടൽ കേന്ദ്രം സ്ഥാപിച്ചിട്ടുള്ളത്. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ മുരളി പെരുന്നലി എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് KS കരീം അധ്യക്ഷനായി. മുലയൂട്ടൽ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AV സുമതി നിർവഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ NA ഇക്ബാൽ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രേഖ സുനിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ TA മുഹമ്മദ് ഷാഫി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉല്ലാസ് മോഹൻ എന്നിവർ സംസാരിച്ചു. ശോചനീയാവസ്ഥയിലായിരുന്ന ആരോഗ്യ കേന്ദ്രത്തിൽ മെച്ചപ്പെട്ട സൌകര്യങ്ങൾ ഒരുക്കിയാണ് നവീകരണം പൂർത്തീകരിച്ചത്. ആരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരണം, സോളാർ പാനൽ സ്ഥാപിക്കൽ, മുലയൂട്ടൽ കേന്ദ്രം എന്നിവയാണ് പ്രാവർത്തികമാക്കിയത്. ദിനംപ്രതി നിരവധി രോഗികൾ ചികിത്സ തേടിയെത്തുന്ന പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യമായ സൌകര്യങ്ങൾ അപര്യാപ്തമായിരുന്നു. ഇതിനെ തുടർന്നാണ് അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് പഞ്ചായത്ത് ഭരണസമിതി മുൻകൈയെടുത്തത്. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 5 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ആരോഗ്യ കേന്ദ്രത്തിൽ മുലയൂട്ടൽ കേന്ദ്രം സ്ഥാപിച്ചിട്ടുള്ളത്. കൂടാതെ ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ ചെലവഴിച്ച് സോളാർ പാനലും 10 ലക്ഷം രൂപ ചെലവഴിച്ച് അടിസ്ഥാന സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മെഡിക്കൽ ഓഫീസറുടെയും മറ്റ് ജീവനക്കാരുടെയും മുറികളുടെ നവീകരണവും ആരോഗ്യ കേന്ദ്രം മോടി പിടിപ്പിക്കലും രോഗികൾ ഉൾപ്പെടെയുള്ളവർക്കുള്ള ഇരിപ്പിട സൌകര്യങ്ങളുമാണ് ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ നിന്നുള്ള 10 ലക്ഷം രൂപ ചിലവഴിച്ച് ഒരുക്കിയിട്ടുള്ളത്. ജനപ്രതിനിധികൾ, ആസൂത്രണ സമിതി അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ പ്രതിഷേധ ധർണ നടത്തി. കിഴക്കേനടയിൽ നടന്ന ധർണ മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസിദാസ് കോട്ടപ്പടി അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീകുമാർ പാർത്ഥസാരഥി, സുധൻ മമ്യൂർ, മനോജ് കുമാർ പഴുന്നാന എന്നിവർ സംസാരിച്ചു. സമഗ്ര നിയമ പരിഷ്കരണ ബിൽ ഉടൻ പാസാക്കുക, ശമ്പള കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, കോവിഡ് മൂലം ദുരിതമനുഭവിക്കുന്ന സ്വകാര്യ ക്ഷേത്രങ്ങൾക്കും ജീവനക്കാർക്കും സഹായധനം വിതരണം ചെയ്യുക, തടഞ്ഞുവെച്ച ഉത്സവബത്ത ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. തൃശൂർ, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന സ്രായിക്കടവ് പാലം റോഡിൽ നിർമ്മിച്ച നടപ്പാത ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AV സുമതി ഉദ്ഘാടനം ചെയ്തു. കാട്ടക്കമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് CK സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഗീത സതീശൻ, PK കൗസല്യ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MS സുരേഖ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ടുകൾ കോർത്തിണക്കി 6.5 ലക്ഷം ചെലവിട്ടാണ് 85 മീറ്ററോളം ദൂരത്തിൽ റോഡിന്റെ ഒരു വശത്ത് നടപ്പാത ഒരുക്കിയത്. വർഷങ്ങൾക്ക് മുമ്പ് പരിസ്ഥിതി ദിനത്തിൽ നട്ടുപിടിപ്പിച്ച മരങ്ങളെ സംരക്ഷിച്ചുകൊണ്ടാണ് കട്ട വിരിച്ചിട്ടുള്ളത്. നടപ്പാതയ്ക്കൊപ്പം സംരക്ഷണ കവചങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. തീർച്ചയായും ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ അത്തരത്തിലുള്ള വികസന കാഴ്ചപ്പാടുള്ള ഒരാൾക്കാണ് കഴിയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തുടക്കം വെക്കാൻ ഒരാൾക്ക് സാധിച്ച പിന്നീട് അതിൽ നിന്ന് വരുന്ന കുറവുകൾ കണ്ടെത്തി പരിഹരിക്കാനും അതിന് തുടർ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും അതിനുവേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കാനും ഒക്കെ തന്നെ നമുക്ക് കഴിയും. പക്ഷെ അതിന് ചൂണ്ടൽ പഞ്ചായത്ത് 18-ാം വാർഡിൽ നിർമ്മിക്കുന്ന വയോജന പാർക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനം കൂനമൂച്ചയിൽ മുരളി പെരുന്നലി MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KS കരീം അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം M പത്മിനി ടീച്ചർ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ പ്രീതി സുരേഷ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രേഖ സുനിൽ, സ്ഥിരം സമിതി ചെയർമാൻ TA മുഹമ്മദ് ഷാഫി, പഞ്ചായത്ത് അംഗങ്ങളായ MB പ്രവീൺ, MK ആന്റണി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CF ജെയിംസ് എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 5 ലക്ഷം രൂപ ഉപയോഗിച്ച് കോസ്റ്റ് ഫോർഡാണ് വയോജന പാർക്ക് നിർമ്മിക്കുന്നത്. കുന്നംകുളം മണ്ഡലത്തിലെ വിവിധ റോഡുകൾക്ക് 1725 ലക്ഷം രൂപയുടെ ഭരണാനുമതിയായി. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതിയുടെ ഭാഗമായി കുന്നംകുളം മണ്ഡലത്തിലെ 10 റോഡുകളുടെ പ്രവൃത്തികൾക്ക് 1725 ലക്ഷം രൂപയുടെ ഭരണാനുമതിയായതായി കുന്നംകുളം MLAയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായ AC മൊയ്തീൻ അറിയിച്ചു. വേലൂർ പഞ്ചായത്തിലെ വേലൂർ ചുങ്കം, കിരാലൂർ, മുണ്ടൂർ റോഡ് 300 ലക്ഷം, കടങ്ങോട്, കടവല്ലൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പന്നിത്തടം, ചിറമനേങ്ങാട്, പള്ളിക്കുളം, തിപ്പിലശ്ശേരി റോഡ് 200 ലക്ഷം, കാട്ടകമ്പാൽ പഞ്ചായത്തിലെ സ്രായിൽ റോഡ് 75 ലക്ഷം, കടവല്ലൂർ പഞ്ചായത്തിലെ കോടത്തുംകുണ്ട്, കൊരട്ടിക്കര, ഒറ്റപ്പിലാവ് റോഡ് 100 ലക്ഷം, പോർക്കുളം, കാട്ടകമ്പാൽ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പൊന്നം സെന്റർ, മങ്ങാട്, പഴഞ്ഞി റോഡ് 150 ലക്ഷം, പോർക്കുളം, കടങ്ങോട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാറേമ്പാടം, അഗതിയൂർ, കിടങ്ങൂർ, മരത്തങ്കോട് റോഡ് 200 ലക്ഷം, എരുമപ്പെട്ടി പഞ്ചായത്തിലെ ചിറ്റണ്ട സ്കൂൾ, കൈതമുക്ക്, തൃക്കണപതിയാരം റോഡ് 150 ലക്ഷം, ചൊവ്വന്നൂർ പഞ്ചായത്തിലെ പന്തല്ലൂർ, പഴുന്നാന, മാന്തോപ്പ് റോഡ് 100 ലക്ഷം, പോർക്കുളം പഞ്ചായത്തിലെ പാറേമ്പാടം, കരിക്കാട്, CV ശ്രീരാമൻ റോഡ് 150 ലക്ഷം,
കുന്നംകുളം മുനിസിപ്പാലിറ്റിയിലെ കാണിപ്പയ്യൂർ ചെമ്മണ്ണൂർ റോഡ് 300 ലക്ഷം എന്നീ പ്രവൃത്തികൾക്കാണ് ഭരണാനുമതിയായത്. ടെൻഡർ നടപടികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും എന്നും മന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് CCTV. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ 5ാം വാർഡിൽ നവീകരണം പൂർത്തിയാക്കിയ ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഉപകേന്ദ്രത്തിന്റെ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം നിർവഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ പ്രഭുകുമാർ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നീതു സിൻഡോ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ PS നിഷാദ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മിനി ജയൻ, പഞ്ചായത്ത് അംഗങ്ങളായ AM മൊയ്തീൻ, AK സതീഷ്, നളിനി രാമചന്ദ്രൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് വാർഷിക പദ്ധതി വിഹിതം 7 ലക്ഷം രൂപ, ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതം 3 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് ആരോഗ്യ ഉപകേന്ദ്രം നവീകരണം നടത്തിയത്. ആരോഗ്യ പ്രവർത്തകർ, RRT അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലേർപ്പെട്ട് രാവും പകലുമില്ലാതെ ജോലി ചെയ്യുന്ന താലൂക്ക് ആശുപത്രി ജീവനക്കാരെയും ആശാ പ്രവർത്തകരെയും ആദരിക്കാൻ കുന്നംകുളം നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചു. ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുമ ഗംഗാധരന്റെ ആവശ്യം കൗൺസിൽ യോഗം ഐക്യകണ്ഠേന അംഗീകരിക്കുകയായിരുന്നു. കോവിഡ് ഫസ്റ്റ് ലൈൻ സെന്റർ തുറന്നില്ലെന്ന് KK മുരളി കുറ്റപ്പെടുത്തി. കോവിഡ് വിട്ടുപോയിട്ടില്ലെന്നും വ്യാപനം കൂടിയാൽ എപ്പോൾ വേണമെങ്കിലും സെന്റർ തുറക്കാൻ സജ്ജമാണെന്നും ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ അറിയിച്ചു. രോഗികളെ കൊണ്ടുപോകാൻ താലൂക്ക് ആശുപത്രിയിലേക്ക് ഒരു ആംബുലൻസ് കൂടി നൽകിയിട്ടുണ്ട്. ഇതിന്റെ ചെലവ് നഗരസഭ വഹിക്കും. വികസന രേഖ പ്രസിദ്ധീകരിച്ചത് അനാവശ്യ ചെലവെന്ന് ബിജു സി ബേബി ആരോപിച്ചു. വികസന രേഖ പ്രസിദ്ധീകരിക്കാൻ സർക്കാർ നിർദ്ദേശമുണ്ടെന്നും 5 വർഷത്തിനുള്ളിൽ നടപ്പാക്കിയ കാര്യങ്ങളാണ് രേഖയിലുള്ളതെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഇത് ചെയ്യുന്നുണ്ട്. അച്ചടി കഴിഞ്ഞിട്ട് എതിർപ്പുന്നയിക്കുന്നതിൽ കാര്യമില്ലെന്ന് വൈസ് ചെയർമാൻ PM സുരേഷ് പറഞ്ഞു. തുറക്കുളം മാർക്കറ്റിനോട് ചേർന്നുള്ള 50 സെന്റ് സ്ഥലത്ത് ആധുനിക അറവുശാല നിർമ്മിക്കുന്നതിനുള്ള DPR തയ്യാറാക്കുന്നതിന് ഡോക്ടർ PV മോഹനന്റെ സെന്റർ ഫോർ ഫാമിംഗ്സ് ആൻഡ് ഫുഡ് പ്രോസസിംഗ് സ്ഥാപനത്തെ ചുമതലപ്പെടുത്തും. പദ്ധതി തുകയുടെ 3% ഇവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത് നെഗോഷിയേറ്റ് ചെയ്യാൻ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. നഗരത്തിൽ പരസ്യബോർഡുകൾ സ്ഥാപിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ലഭിച്ച അപേക്ഷ പരിഗണിച്ചില്ല. കീഴൂർ സെന്റർ വാർഡിൽ സ്വകാര്യ വ്യക്തിയുടെ താമസ സ്ഥലത്തേക്കുള്ള വഴി ടാർ ചെയ്ത് നൽകണമെന്നാവശ്യപ്പെട്ട് കളക്ടറുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച പരാതിയും പരിഗണിച്ചില്ല. കൃഷി ഓഫീസിലേക്ക് ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്ററെ കൂടി അനുവദിക്കും. ഹെർബർട്ട് റോഡിലെ വയോജന പാർക്കിലേക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് 3.25 ലക്ഷം രൂപ അനുവദിച്ചു. ലൈബ്രറി കോമ്പൗണ്ടിൽ മിനി ഓപ്പൺ കൺവെൻഷൻ സെന്റർ നിർമ്മിക്കുന്നതിന് മന്ത്രിയുടെ വികസന ഫണ്ടിൽ നിന്ന് 14 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതിന് കൗൺസിൽ അനുമതി നൽകി. ബുധനാഴ്ച രാവിലെ 11 ചേർന്ന കൗൺസിൽ യോഗത്തിൽ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ അധ്യക്ഷയായി. CCTV ന്യൂസ് കുന്നംകുളം. പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച OP രജിസ്ട്രേഷൻ കൗണ്ടറിന്റെ ഉദ്ഘാടനം നടന്നു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AV സുമതി ഉദ്ഘാടനം ചെയ്തു. കാട്ടാകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK സദാനന്ദൻ അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ പ്രഭുകുമാർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV പ്രശാന്ത്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NA ഇക്ബാൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രീതി സുരേഷ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ APCB, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ K ജ്യോതിഷ്, PK കൗസല്യ, ഗീത സതീശൻ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ വാസുദേവൻ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി VG ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. നിർധന കുടുംബാംഗമായ മധ്യവയസ്കൻ ചികിത്സാ സഹായം തേടുന്നു. ഹൃദ്രോഗിയായ എരുമപ്പെട്ടി പനക്കൽ വിൻസെന്റാണ് ജീവൻ നിലനിർത്തുന്നതിനായി ഉദാരമതികളുടെ കനിവിനായി അഭ്യർത്ഥിക്കുന്നത്. സ്വകാര്യ സ്ഥാപനത്തിലെ വാഹന ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന വിൻസെന്റിന് 10 വർഷം മുമ്പാണ് ഹൃദയത്തിന് അസുഖം ബാധിച്ചത്. ഹൃദയത്തിലേക്കുള്ള രക്തധമനികളിൽ തടസ്സമാണ് ആദ്യം അനുഭവപ്പെട്ടത്. തുടർന്ന് ചികിത്സയിലായിരുന്നു. ശാരീരിക അവശതയുണ്ടെങ്കിലും മറ്റു വരുമാന മാർഗമില്ലാത്തതിനാൽ കുടുംബം പുലർത്തുന്നതിനായി വിൻസെന്റ് ഡ്രൈവർ ജോലി ചെയ്തിരുന്നു. ഞാനൊരു ഡ്രൈവറായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്ക് തീരെ സുഖമില്ലാതെയായി. അതിൻ്റെ ഹൃദയ സംബന്ധമായുള്ള അസുഖങ്ങളാണ് എനിക്ക് വന്നിട്ടുള്ളത്. ജോലിക്ക് ശരീരം തളരും, ശരീരത്തിന് ബലം കുറയുന്ന കാരണം കൊണ്ട് എനിക്ക് വേറൊന്നും ജോലി ചെയ്യാൻ പറ്റുന്നില്ല. വീഴു പോകുന്ന ഒരവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഡോക്ടറുടെ പറഞ്ഞുള്ളത് എനിക്കൊരു പേസ് മേക്കർ വെക്കേണ്ടി വരും, അത് അല്ലാത്തുള്ള സമയങ്ങളൊക്കെ കടന്നു പോയി എന്നുള്ളതാണ് പറഞ്ഞത്. 3 മാസം മുമ്പ് ശരീരത്തിന്റെ ബലം കുറയുകയും ശരിയായി ശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലുമാണ്. ഹൃദയത്തിൽ നിന്ന് രക്തം പമ്പ് ചെയ്യുന്നതിനുള്ള തടസ്സമാണ് ഈ അവശതയ്ക്ക് കാരണം. കൃത്രിമ ഉപകരണമായ പേസ് മേക്കർ ശരീരത്തിൽ ഘടിപ്പിച്ചാലേ വിൻസെന്റിന്റെ ജീവൻ നിലനിർത്താൻ കഴിയുകയുള്ളൂ. ഉപകരണത്തിനും തുടർ ചികിത്സയ്ക്കുമായി 5 ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. സന്മനസ്സുള്ളവർ സൗത്ത് ഇന്ത്യൻ ബാങ്ക് എരുമപ്പെട്ടി ബ്രാഞ്ചിൽ ആരംഭിച്ചിട്ടുള്ള അക്കൗണ്ട് വഴി സഹായങ്ങൾ നൽകേണ്ടതാണ്. CCTV ന്യൂസ് എരുമപ്പെട്ടി.
ചിറനെല്ലൂർ EMS സാംസ്കാരിക നിലയത്തിന്റെ നവീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നടന്നു. സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങിൽ മുരളി പെരുന്നെല്ലി MLA നവീകരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS കരീം അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ NA ഇക്ബാൽ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CF ജെയിംസ്, ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം TT നിക്സൺ, സാംസ്കാരിക നിലയം ഭാരവാഹികളായ PA ഹക്കീം, RS ഷിഫിൻ എന്നിവർ സംസാരിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് EMS സാംസ്കാരിക നിലയം നവീകരിക്കുന്നത്. കാട്ടകമ്പാൽ പഞ്ചായത്തിൽ ജനകീയ ഹോട്ടൽ ആരംഭിച്ചു. കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടൽ 15-ാം വാർഡ് ചിറക്കൽ ഷാപ്പ് റോഡിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. കുടുംബശ്രീ മിഷന്റെയും ത്രിതല പഞ്ചായത്തുകളുടെയും സഹായത്തോടെ ആരംഭിച്ച ജനകീയ ഹോട്ടലിൽ 20 രൂപയ്ക്ക് ചോറും കറിയും ലഭിക്കും. ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെയാണ് പ്രവർത്തന സമയം. ഹോട്ടലിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് CK സദാനന്ദൻ മാസ്റ്റർ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് MS സുരേഖ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ കോടത്തൂർ ഗംഗാധരൻ, ഷീജ സുദീപ്, സുജിനി ബാബുജി, പഞ്ചായത്ത് സെക്രട്ടറി P ശ്രീകുമാരി, സന്തോഷ് കൊളത്തേരി, കുടുംബശ്രീ അധ്യക്ഷ CS സുജാത എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം, ഞങ്ങളുടെ കാലാവധി കഴിയുന്നതിന് മുമ്പ് ജനകീയ ഹോട്ടൽ ആരംഭിച്ചിരിക്കണം. അങ്ങനെയാണ് പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ഇന്ന് ഇവിടെ വെച്ചുകൊണ്ട് സൗകര്യങ്ങൾ അല്പം കുറവാണെങ്കിലും ഹോട്ടൽ ആരംഭിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഭൂ ഉടമാവകാശത്തെ ചൊല്ലി തർക്കത്തിലുള്ള പുന്നൂർകുളം സഹകരണ ബാങ്കിന് മുകളിൽ നിർമ്മിച്ച കെട്ടിടം അനധികൃതമാണെന്ന പരാതി ലഭിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനു വേണ്ടി അളവെടുപ്പ് നടത്തി. ചൊവ്വാഴ്ച വൈകിട്ടാണ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഓവർസിയർമാർ സ്ഥലത്തെത്തി അളവെടുപ്പ് നടത്തിയത്. സഹകരണ ബാങ്കിന് മുകളിൽ ബിൽഡിംഗ് പണിയുന്നതിനു വേണ്ടി പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കുകയും പഞ്ചായത്ത് നിരസിച്ചതായും പിന്നീട് നിർമ്മാണം കഴിഞ്ഞ നമ്പറിനായി പഞ്ചായത്തിനെ സമീപിച്ചപ്പോഴും നമ്പർ നൽകിയില്ല എന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. നിലവിൽ സഹകരണ ബാങ്കും പരൂർപ്പടവ് കമ്മിറ്റിയും ഭൂ ഉടമാവകാശത്തെ ചൊല്ലി തർക്കം നിലനിൽക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യത്തിലാണ് പരാതി പഞ്ചായത്തിന് ലഭിച്ചത്. പഞ്ചായത്ത് സെക്രട്ടറി ഷിബുദാസ് കോമേരിയുടെ നിർദ്ദേശപ്രകാരം ഓവർസിയർമാരായ സജി, മായ, വാർഡ് ക്ലർക്ക് ഷെഫീഖ് തുടങ്ങിയവർ ചേർന്ന് അളവെടുപ്പ് നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. സർക്കാരിന്റെ അധ്യാപക ദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് KPSTA ചാവക്കാട് ഉപജില്ലയുടെ നേതൃത്വത്തിൽ ചാവക്കാട് AEO ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ധർണയുടെ ഉദ്ഘാടനം KPSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അബ്ദുൾ മജീദ് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. ഉപജില്ലാ പ്രസിഡന്റ് സിൽവി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. VD ജോഷി, ഡെന്നി മാസ്റ്റർ, റൈമൺ മാസ്റ്റർ, ഹരിഹരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വ്യത്യസ്ത സമയങ്ങളിലായി പ്രീ പ്രൈമറി, പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നുള്ള അധ്യാപകർ ധർണയിൽ പങ്കെടുത്തു. കടവല്ലൂർ പഞ്ചായത്തിലെ തിപ്പിലശ്ശേരി പൊന്നാങ്കുന്ന് കോളനി റോഡിന്റെ സംരക്ഷണ ഭിത്തി കെട്ടൽ ആരംഭിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2020-21 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവിട്ടാണ് തിപ്പിലശ്ശേരി പൊന്നാങ്കുന്ന് കോളനി റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണം നടത്തുന്നത്. മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന കോളനിയിലെ വീടുകളുടെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കലും റോഡുകളുടെ കോൺക്രീറ്റ് വർക്കുകളും പദ്ധതിയിൽ ഉൾപ്പെടും. ഇതുകൂടാതെ മുക്കിലപ്പിഴിക പരപ്പിൽ 7 ലക്ഷം രൂപ ചെലവിട്ട് കുടിവെള്ള പദ്ധതിയും ഇതിനോടൊപ്പം നടപ്പിലാക്കുമെന്നും മൊത്തം 17 ലക്ഷം രൂപ പദ്ധതികൾക്കായി വകയിരുത്തിയിട്ടുണ്ടെന്നും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PK ദേവദാസ് പറഞ്ഞു. തിപ്പലശ്ശേരി പൊന്നാങ്കുന്ന് ലക്ഷം വീട് കോളനിയിലെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ആരംഭിച്ചു കഴിഞ്ഞു. ഈ കാലയളവിൽ 10 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് പൊന്നാങ്കുന്ന് പ്രദേശത്തുകാരുടെ നിരന്തരമായ ആവശ്യമായിരുന്ന സംരക്ഷണ ഭിത്തി കെട്ടാൻ ഈ തുക ഉപയോഗിച്ചുകൊണ്ട് സാധിച്ചു എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. കടവല്ലൂർ പഞ്ചായത്തിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുന്നതിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കും. ഓൺലൈനായി മന്ത്രി KK ശൈലജ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി AC മൊയ്തീൻ അധ്യക്ഷത വഹിക്കും. രമ്യ ഹരിദാസ് MP, കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് UP ശോഭന തുടങ്ങിയവർ പങ്കെടുക്കും. ആർദ്രം പദ്ധതി പ്രകാരം അനുവദിച്ച 15 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരണം നടത്തിയത്. പഞ്ചായത്തിന്റെ 10 ലക്ഷം രൂപയും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. രോഗികൾക്ക് ഇരിക്കാനുള്ള ഹാൾ, ഡോക്ടർമാർക്കുള്ള പരിശോധനാ മുറികൾ, ലബോറട്ടറി, രോഗികളെ പരിശോധിക്കുന്നതിനും നിരീക്ഷണത്തിനും കിടത്താനുള്ള മുറികൾ, മെഡിക്കൽ സ്റ്റോർ, പാലിയേറ്റീവ് കെയർ ഓഫീസ് തുടങ്ങിയവയാണ് പുതിയതായി നിർമ്മിച്ചത്. ജീവിതശൈലി രോഗികൾക്കും പൊതുജനങ്ങൾക്കുമായി ആധുനിക രീതിയിൽ നിർമ്മിച്ച ഫിറ്റ്നസ് സെന്ററാണ് മറ്റൊരു പ്രത്യേകത. ഇതിന് 2 ലക്ഷം രൂപയാണ് ചെലവ്. പൂർണ്ണതോതിൽ സജ്ജമായാൽ സ്വകാര്യ ആശുപത്രികളിൽ ലഭ്യമാകുന്ന ആധുനിക രീതിയിലുള്ള പരിശോധനയും ചികിത്സയും ഇവിടെ ലഭ്യമാകുമെന്ന് അധികൃതർ അറിയിച്ചു.
തിരുവത്ര പുതിയറയിൽ ആൾതാമസമില്ലാത്ത വീട് കുത്തി തുറന്ന് 36 പവൻ കവർന്ന സംഭവത്തിൽ പ്രതികൾ പ്രൊഫഷണൽ മോഷ്ടാക്കളെന്ന നിഗമനം. മോഷണത്തിന് മുമ്പ് സ്ഥലവും സാഹചര്യവും പഠിച്ച് പിന്നീട് മോഷ്ടിക്കാനെത്തുന്ന സംഘമാണ് കൃത്യത്തിന് പിന്നിലെന്നാണ് പോലീസ് സംശയിക്കുന്നത്. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി ചാവക്കാട് എസ്എച്ച്ഒ അനിൽ ടീമേപ്പള്ളി പറഞ്ഞു. മിനിഞ്ഞാന്ന് പുലർച്ചെ ആണ് മിനിഞ്ഞാന്ന് രാത്രിയും ഇന്നലെ രാവിലത്തെ ഇടയിലുള്ള സമയത്താണ് ഇവിടെ ഇങ്ങനെ ഒരു കവർച്ച നടന്നത്. അതിൻ്റെ മുൻവശം ഗേറ്റ് പിന്നെ തുറക്കാതെ ഒരു മതിൽ ചാടി കടന്നായിട്ടാണ് നമുക്ക് പ്രാഥമികമായിട്ട് ഒരു നിഗമനം. അപ്പോൾ ഇന്നിപ്പോൾ അതിൻ്റെ തെളിവെടുപ്പിൻ്റെ ഭാഗമായിട്ട് സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ഇവിടെ വന്നിരുന്നു. അതിൽ കുറച്ച് പിന്നെ ക്രൂഷ്യലായിട്ട് കുറച്ച് എവിഡൻസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പുറകിലെ മതിൽ ചാടിയാണ് വീടിന്റെ കോമ്പൗണ്ടിൽ കടന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ചില തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അയൽ ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. ബുധനാഴ്ച സയന്റിഫിക് അസിസ്റ്റന്റ് ഷാലി ജോസ് മോഷണം നടന്ന വീട്ടിലെത്തി പരിശോധന നടത്തി. തൃശൂർ സിറ്റി പോലീസ് അഡീഷണൽ SP പി വാഹിദിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഷാഡോ പോലീസിന്റെ സഹായവും തേടിയിട്ടുണ്ട്. കടപ്പുറം അഞ്ചങ്ങാടി സൽവാർ ഏജൻസി ഉടമയും വ്യവസായിയുമായ പുതിയറ വലിയകത്ത് അഷ്റഫിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം കവർച്ച നടന്നത്. 8 മാസമായി അഷ്റഫും കുടുംബവും ആലപ്പുഴയിലാണ് താമസമെന്നതിനാൽ വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. കവർച്ച നടന്ന വീടിന്റെ 100 മീറ്റർ അകലെയുള്ള വീട്ടിൽ നിന്നും ബൈക്ക് മോഷണം പോയ സംഭവവും ഉണ്ടായി. കവർച്ചയ്ക്ക് ഇതുമായി ബന്ധമുണ്ടെന്നാണ് പോലീസ് കരുതുന്നത്. ചൊവ്വാഴ്ച പുലർച്ചെ 4-ന് ബൈക്കിൽ 2 പേർ ദേശീയപാതയിലൂടെ ചാവക്കാട് ഭാഗത്തേക്ക് പോകുന്നത് സമീപത്തെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. CCTV ന്യൂസ് ചാവക്കാട്. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി വടക്കേക്കാട് നിർമ്മിക്കുന്ന സ്മാർട്ട് വില്ലേജ് സമുച്ചയത്തിന്റെ ശിലാഫലകം KV അബ്ദുൽ ഖാദർ MLA അനാച്ഛാദനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം TA ആയിഷ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുസ്താഖ് അലി, വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയം മുസ്തഫ, വാർഡ് അംഗം VV വിനോദ്, ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ ഡോക്ടർ റിജിൽ, താലൂക്ക് തഹസിൽദാർ രാജേഷ് എന്നിവർ പങ്കെടുത്തു. കച്ചേരിപ്പടിയിലെ വയലത്തൂർ വടക്കേക്കാട് ഗ്രൂപ്പ് വില്ലേജ് കാര്യാലയം പൊളിച്ചു നീക്കി 1630 ചതുരശ്ര അടി വിസ്തീർണത്തിൽ പണിയുന്ന കെട്ടിട സമുച്ചയത്തിന് 44 ലക്ഷം രൂപ ചെലവ് കണക്കാക്കുന്നു. നിർമ്മിതി കേന്ദ്രയ്ക്കാണ് നിർമ്മാണ ചുമതല. ചാവക്കാട് മേഖലയിൽ കവർച്ചകൾ കൂടിവരുന്ന സാഹചര്യത്തിൽ കർശന നിർദ്ദേശങ്ങളുമായി ചാവക്കാട് പോലീസ്. കൂടുതൽ ദിവസം വീട് പൂട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടായാൽ തങ്ങളെ അറിയിക്കണമെന്ന് പോലീസ് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. വീടിന്റെ പരിസരത്ത് മൺവെട്ടി, വെട്ടുകത്തി തുടങ്ങിയ സാധനങ്ങൾ അലക്ഷ്യമായിടാതെ ഇവ സുരക്ഷിത സ്ഥാനങ്ങളിൽ സൂക്ഷിക്കുകയും വീട് പൂട്ടിപ്പോകുന്ന കാര്യം പോലീസ് സ്റ്റേഷനിലും അയൽവാസികളോടും അറിയിക്കുകയും ചെയ്യണമെന്നും പോലീസ് പറഞ്ഞു. വിലപിടിപ്പുള്ള വസ്തുക്കൾ വീട് അടച്ചുപോകുമ്പോൾ വീട്ടിൽ വയ്ക്കാതെ കയ്യിൽ കരുതണം. വീട്ടിലെ അലമാരയുടെയും വീടിന്റെയും താക്കോൽ വീട്ടിലെ ചെടിച്ചട്ടി, ചവിട്ടി എന്നിവിടങ്ങളിൽ സൂക്ഷിക്കുന്ന പ്രവണത ഒഴിവാക്കണം. പാൽ, പത്രം എന്നിവ വീട് പൂട്ടിപ്പോകുന്ന സമയത്ത് വേണ്ടെന്ന് അത് വിതരണം ചെയ്യുന്നവരോട് പറയണം. വീട്ടിൽ മുഴുവൻ സമയവും ലൈറ്റ് തെളിയിച്ചിടാതെ രാത്രിയിൽ മാത്രം തെളിയിക്കുന്നതിന് വേണ്ട സജ്ജീകരണം ചെയ്യണമെന്നും ചാവക്കാട് SHO അനിൽ ടീമേപ്പള്ളി പറഞ്ഞു. വീടുകൾ വിട്ട് പോകണമെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ ഈ വിവരം അറിയിക്കണം. നിങ്ങൾ അയൽവാസിയായുള്ള ആളുകളോട് നിങ്ങൾ ഈ കാര്യം പറയണം. പിന്നെ പരമാവധി നമ്മൾ വീടുകളിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കാതെ ഇരിക്കുക. പോകുന്ന സമയത്ത് സ്വർണ്ണ പണം ഉണ്ടെങ്കിൽ അത് കൈവശം കരുതി പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമ്മളൊരു വീട് പൂട്ടിയിട്ട് കിടക്കുന്നത് അറിയുന്നത് മിക്കപ്പോഴും നമ്മൾ ഒരു പാലിൽ കുത്തിയിരിക്കുക, അല്ലെങ്കിൽ കുറേ ദിവസം പത്രങ്ങൾ അവിടെ ഇട്ടുണ്ടാവുക, വീണ്ടും മുൻവശത്തിട്ടുണ്ടാവുക. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ സപ്പോസ് നമ്മുടെ വീട്ടിൽ മോഷണം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും സമയങ്ങളത് നിങ്ങൾ പോലീസിനെ എത്രയും പെട്ടെന്ന് നിങ്ങളെ പോലീസിനെ വിവരം. അത് നമ്മുടെ പോലീസിൻ്റെ സഹായം തേടാം. പോലീസ് വന്നതിന് ശേഷം മാത്രം നിങ്ങൾ ഉള്ളിൽ പ്രവേശിച്ചിട്ട് എന്തൊക്കെ പോയിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക. അല്ലെങ്കിൽ നമുക്ക് ഫിംഗർ പ്രിൻ്റ് അല്ലെങ്കിൽ മറ്റുള്ള തെളിവുകളൊക്കെ നഷ്ടപ്പെടും. പരമാവധി ഏറ്റവും വിലപിടിപ്പുള്ള സാധനങ്ങൾ നിങ്ങൾ ലോക്കറിലോ ബാങ്കിലോ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ CCTV ക്യാമറ ഘടിപ്പിക്കാൻ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ മാക്സിമം അത്തരത്തിലുള്ള ക്യാമറകൾ ഘടിപ്പിക്കുക. മോഷണം നടന്നാൽ ഉടൻ തന്നെ ആ വിവരം പോലീസിനെ അറിയിക്കണം. പോലീസ് സ്ഥലത്തെത്തിയ ശേഷം മാത്രമേ അകത്ത് പ്രവേശിക്കാവൂ. ഇതിനു മുമ്പ് അകത്ത് പ്രവേശിച്ചാൽ തെളിവുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. വീടിന്റെ പരിസരത്തും മറ്റും അപരിചിതരായ ആളുകളെയോ ഇതര സംസ്ഥാനക്കാരെയോ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടാൽ ആ വിവരവും പോലീസിനെ അറിയിക്കണം. വീടിന്റെ പുറകുവശത്തെ വാതിൽ കൂടുതൽ ഉറപ്പുവരുത്തുന്നതിന് വാതിലിന്റെ പുറകിൽ ഇരുമ്പ് പട്ട ഉപയോഗിച്ച് സുരക്ഷിതമാക്കണം. പോലീസിന്റെ സഹായം ആവശ്യമെന്നാൽ 9497987135 എന്ന നമ്പറിലോ 9497980526 എന്ന നമ്പറിലോ വിളിക്കാവുന്നതാണ്. CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ സാധിക്കുന്നവർ അത്തരത്തിലുള്ള സംവിധാനം ഒരുക്കണമെന്നും SHO അഭ്യർത്ഥിച്ചു.
CCTV ന്യൂസ് ചാവക്കാട്. ആധ്യാത്മിക കവി മലപ്പുറം ചിറവല്ലൂർ കോപ്പാശ്ശേരി താച്ചുനായർ സ്മാരക പുരസ്കാരം നേടിയ വടക്കേക്കാട് KM ഉണ്ണികൃഷ്ണനെ സീഡ്സ് നോളജ് സെന്റർ ആദരിച്ചു. സീഡ്സ് നോളജ് സെന്റർ നായരങ്ങാടിൽ സംഘടിപ്പിച്ച ചടങ്ങ് മാധ്യമപ്രവർത്തകനും പുന്നൂർകുളം പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റുമായ IB അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ആസിഫ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. പൈതൃക കലാസംരക്ഷണ പരിസ്ഥിതി പ്രവർത്തനത്തിനാണ് KM ഉണ്ണികൃഷ്ണനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. വാദ്യകലാകാരൻ ഉണ്ണിക്കല്ലൂർ, ഫിറോസ് തെക്കേക്കുമ്പത്ത്, സുബൈർ കൊമ്പത്തേൽപ്പടി, സുധീഷ് കണ്ടംപുള്ളി, VM ഷറഫുദ്ദീൻ, അശോകൻ ആൽത്തറ, കോളേജ് ഡയറക്ടർ ഉത്തമൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. എടക്കഴിയൂർ അഫയൻസ് അസോസിയേഷൻ ഓഫീസ് ബിൽഡിംഗ് ശിലാസ്ഥാപനം MP TM പ്രതാപൻ നിർവഹിച്ചു. ക്ലബ് പ്രസിഡന്റ് ഷാക്കിർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഫഹദ് സ്വാഗതം പറഞ്ഞു. ചാവക്കാട് SHO അനിൽ ടി മേപ്പുള്ളി, TV സുരേന്ദ്രൻ, MV ഹൈദരാലി, CV സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വിവാഹ സഹായധനം MP-യുടെ സാന്നിധ്യത്തിൽ CI അനിൽ ടി മേപ്പുള്ളി കൈമാറി. മുട്ടിൽ ബദരിയപ്പള്ളി ഇമാമും മുട്ടിൽ ശ്രീ അയ്യപ്പൻകാവ് ക്ഷേത്രം ശാന്തിയും പൊതുപ്രവർത്തകരും നാട്ടുകാരും ക്ലബ് അംഗങ്ങളും പങ്കെടുത്ത ചടങ്ങിൽ ക്ലബ്ബ് മുൻ പ്രസിഡന്റ് MK സിദ്ധി നന്ദി പറഞ്ഞു. വടക്കേക്കാട് ജനമൈത്രി പോലീസും ലഹരി വിരുദ്ധ കർമ്മസമിതിയും ചേർന്ന് സേ നോ ടു ഡ്രഗ്സ് എന്ന വിഷയത്തിൽ വാട്ടർ കളർ പെയിന്റിംഗ് മത്സരം നടത്തുന്നു. 9ാം ക്ലാസ് മുതൽ ബിരുദ ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് പങ്കെടുക്കാം. ചിത്രങ്ങൾ വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് ജനമൈത്രി പോലീസ് ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്യണം. വിജയികൾക്ക് ക്യാഷ് അവാർഡ് സമ്മാനിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 81 36 83 00 38 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. 2019 കലാമണ്ഡലം ഫെലോഷിപ്പ് നേടിയ നെല്ലുവായ് കലാമണ്ഡലം നാരായണൻ നായരെ നെല്ലുവായ് ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. വായനശാല പ്രസിഡന്റ് OB സതീഷ് പൊന്നാട അണിയിച്ചു. വായനശാല സെക്രട്ടറി PC അബാൽമണി ഉപഹാരം നൽകി ആദരിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രതിനിധി KN ഉണ്ണികൃഷ്ണൻ, KP പ്രശാന്ത്, അഡ്വക്കേറ്റ് അനുരാജ് എന്നിവർ പങ്കെടുത്തു. 2016 മുതലുള്ള മുഴുവൻ നിയമനങ്ങളും അംഗീകരിക്കുക, ഗവൺമെന്റ് പ്രൈമറി സ്കൂളുകളിൽ ഹെഡ്മാസ്റ്റർ നിയമനം ഉടൻ നടപ്പിലാക്കുക, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, കുടിശ്ശിക ക്ഷാമബത്തകൾ ഉടൻ അനുവദിക്കുക, പാഠപുസ്തക വിതരണം ഉടൻ പൂർത്തിയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ധർണ സംഘടിപ്പിച്ചു. കേച്ചേരി സെന്ററിൽ സംഘടിപ്പിച്ച ധർണയുടെ ഉദ്ഘാടനം KPCC സെക്രട്ടറി CC ശ്രീകുമാർ നിർവഹിച്ചു. KPSTA സംസ്ഥാന സമിതി അംഗം PN ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. ലാൽബാബു, ഫ്രാൻസിസ് ലിൻസൺ, U പുത്തൂർ, KC റെജിമാസ്റ്റർ, രാഹുൽ ബാബു, റെന്നി പീറ്റർ എന്നിവർ സംസാരിച്ചു. വിവിധ ബദിര വിദ്യാലയങ്ങളിലെ 34 വർഷത്തെ സേവനങ്ങൾക്ക് ശേഷം കുന്നംകുളം സർക്കാർ ബദിര വിദ്യാലയത്തിൽ നിന്നും വിരമിച്ച നെഹ്റു നഗർ കുന്നത്തുപറമ്പൻ ചാക്കോ അബ്രഹാം ഭാര്യ EA ലില്ലി ടീച്ചർക്ക് നാടിന്റെ ആദരവ്. ലബീബ് ഹസൻ ഉപഹാരം സമർപ്പിച്ചു. KC റെജിമാസ്റ്റർ, PV ജാക്സൺ, മാർഷൽ രാധാകൃഷ്ണൻ, ഷാബു KV, സെബിൻ രാജ്, ദാസൻ VP, സജിത്ത് VC എന്നിവർ സന്നിഹിതരായിരുന്നു. ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം രൂപ ഫണ്ട് വെച്ച് പൂർത്തീകരിച്ച വേലൂർ കടങ്ങോട് പഞ്ചായത്തുകളുടെ അതിർത്തിയായ ആദൂർ പാത്രമംഗലം റോഡിന്റെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AV സുമതി നിർവഹിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് രമണി രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെർലി ദിലീപ് കുമാർ മുഖ്യാതിഥിയായി. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബബിത രവി റിപ്പോർട്ട് അവതരിപ്പിച്ചു. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജലീൽ ആദൂർ, ചൊവ്വന്നൂർ ബ്ലോക്ക് മെമ്പർ മുഹമ്മദ് കുട്ടി, PT ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ 2020-21 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കട്ടിൽ വിതരണം ചെയ്തു. കേച്ചേരി സിറ്റി പാലസിൽ നടന്ന ചടങ്ങിൽ ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് KS കരീം കട്ടിൽ വിതരണം ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ VC സിനി അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് രേഖ സുനിൽ, സ്ഥിരം സമിതി ചെയർമാൻ TA മുഹമ്മദ് ഷാഫി, പഞ്ചായത്ത് അംഗം ഷീബ ജയപ്രകാശ്, ICDS സൂപ്പർവൈസർ MV ലിപ്സി എന്നിവർ സംസാരിച്ചു. 3 ലക്ഷം രൂപ ചെലവഴിച്ച് 72 ഗുണഭോക്താക്കൾക്കാണ് കട്ടിൽ വിതരണം ചെയ്യുന്നത്. തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ സർവകലാശാലയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ ഒറ്റപ്പാലം NSS ട്രെയിനിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ K സുപ്രഭ സെന്തിൽകുമാറിന് SDPI കടവല്ലൂർ ബ്രാഞ്ച് ഉപഹാരം സമ്മാനിച്ചു. ജില്ലാ പ്രസിഡന്റ് EM ലത്തീഫ്, കടവല്ലൂർ ബ്രാഞ്ച് പ്രസിഡന്റ് വേലായുധൻ, അബ്ദുൾ റഹ്മാൻ ഫൈസി, NK മജീദ്, അബ്ദുള്ളക്കുട്ടി കടവല്ലൂർ എന്നിവർ ചെറുതുരുത്തിയിലെ വസതിയിലെത്തിയാണ് ഉപഹാരം നൽകി ആദരിച്ചത്. കടവല്ലൂർ സ്വദേശിയും മദ്ദള കലാകാരനുമായ അരവിന്ദാക്ഷൻ നായരുടെ മകളാണ് ഡോക്ടർ K സുപ്രഭ.
തൃശൂർ സംഘടനാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ദളിത് ആദിവാസി ലൈംഗിക പീഡനത്തിനെതിരെ പുന്നയൂരിൽ അധികാരികൾ കണ്ണു തുറക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അവിയൂരിൽ നടത്തിയ പ്രതിഷേധ ജ്വാല പുന്നയൂർ പഞ്ചായത്ത് മെമ്പർ RP ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഷൺമുഖൻ മങ്ങാടി, റാഫി അവിയൂർ, സലീം, ഷാജി, ഖാദർ എന്നിവർ പങ്കെടുത്തു. പഴഞ്ഞി അരുവായ് റോഡരികിൽ മാലിന്യങ്ങൾ നിറയുന്നു. റോഡരികിൽ കാടുപിടിച്ച പാഴ്ചെടികൾ കഴിഞ്ഞ ദിവസം വെട്ടിമാറ്റിയിരുന്നു. ഇതോടെയാണ് റോഡരികിലെ മാലിന്യങ്ങൾ കാണാൻ തുടങ്ങിയത്. വീടുകൾ കുറവുള്ള ഈ മേഖലയിൽ വാഹനങ്ങളിലെത്തി പ്ലാസ്റ്റിക് കവറുകളിലാക്കി വലിച്ചെറിയുകയാണെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. റോഡിന്റെ മറുവശത്ത് കാനയിൽ മാലിന്യങ്ങൾ നിറഞ്ഞ് സംരക്ഷണ ഭിത്തി തകർന്ന് മാലിന്യങ്ങൾ പാടത്തേക്ക് ഒഴുകിയിരുന്നു. മാലിന്യങ്ങൾ തള്ളുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നവമാധ്യമ കാഴ്ച. കാര്യം കാട്ടിലെ വലിയവനൊക്കെ തന്നെ. പക്ഷേ എപ്പോഴും ആ സ്ഥാനം കിട്ടണമെന്നില്ല. ഒപ്പം ഭയപ്പെടുത്താനുള്ള നീക്കവും ഒരു കുഞ്ഞു പട്ടിക്കുട്ടിക്ക് മുൻപിൽ ഇല്ലാതാകുന്ന രസകരമായ കാഴ്ചയാണ് ഇന്നത്തെ നവമാധ്യമത്തിൽ. വാഗയിൽ നിന്നും ഷിബു നൽകിയ ദൃശ്യത്തിലേക്ക്. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് വിൽക്കുന്ന വില 4750 രൂപ, വാങ്ങുന്ന വില 4740 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. ചരമം. കുന്നംകുളം പാറയമ്പാടം കുത്തൂർ വീട്ടിൽ പരേതനായ ഉട്ടൂപ്പിന്റെ ഭാര്യ കുഞ്ഞാറം നിര്യാതയായി 89 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ ജോൺസൺ, ബേബി, ലൂസി, ജോളി, രാജൻ, കൊച്ചുമേരി എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങളിലേക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള സംവരണ നറുക്കെടുപ്പ് പൂർത്തിയായി. ചാവക്കാട് നഗരസഭയിൽ സ്ത്രീ സംവരണം. ഗുരുവായൂരും കുന്നംകുളത്തും ജനറൽ വിഭാഗത്തിന് അധ്യക്ഷ സ്ഥാനം. മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലെയും സംവരണം നിർണയിച്ചതോടെ ഇനി സ്ഥാനാർത്ഥി നിർണയം വേഗത്തിലാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ. പൊതുവിദ്യാലയങ്ങളിൽ 5 ലക്ഷം വിദ്യാർത്ഥികളുടെ വർധനവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ 46 സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും 79 സ്കൂൾ കെട്ടിടങ്ങളുടെ ശിലാസ്ഥാപനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. കുന്നംകുളം മണ്ഡലത്തിലെ വിവിധ റോഡുകൾക്ക് 1725 ലക്ഷം രൂപയുടെ ഭരണാനുമതിയായി. ഗുരുവായൂർ കിഴക്കേനടയിൽ നിർമ്മിക്കുന്ന റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിന്റെ ടെൻഡർ നടപടിക്രമങ്ങൾക്ക് സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരം. തിരുവത്ര പുതിയറയിൽ ആൾതാമസമില്ലാത്ത വീട് കുത്തിത്തുറന്ന് 36 പവൻ കവർന്ന സംഭവത്തിൽ പ്രതികൾ പ്രൊഫഷണൽ മോഷ്ടാക്കളെന്ന നിഗമനം. CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം. മേഖലയിൽ കവർച്ചകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ കർശന നിർദ്ദേശങ്ങളുമായി ചാവക്കാട് പോലീസ്. സംസ്ഥാനത്ത് 8516 പേർക്ക് കോവിഡ്, 7473 പേർക്ക് സമ്പർക്കം വഴി രോഗബാധ, 8206 പേർക്ക് രോഗമുക്തി, 28 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തൃശൂർ ജില്ലയിൽ 1114 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 936 പേർ രോഗമുക്തരായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV online.in സന്ദർശിക്കുക. നമസ്കാരം.